ഒരു സിദ്ധാന്തം മൗദൂദിയൻ സിദ്ധാന്തമല്ല, ഇത് സിദ്ധാന്തമല്ല. നേർക്ക് നേരെ വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലെയും അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ ഇതുപോലെയുള്ള ഒരു പരിപാടി വെച്ച് സംഘടനയുടെ 3/4 നൂറ്റാണ്ട് പിന്നിട്ട സംഘടനയുടെ നേട്ടകൂട്ടങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ വികാസ പരിണാമങ്ങളോ പരിശോധിക്കുക പ്രായോഗികമല്ല. എന്നാൽ നമ്മൾ ഓരോരുത്തരും അതുമായി ബന്ധപ്പെട്ടവരാണെങ്കിലും വിശേഷിച്ച് ഒരു ആത്മപരിശോധനയ്ക്ക് സമയം കാണേണ്ടതാണ് ഈ സന്ദർഭമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മളൊരു പോക്ക് പോവുകയാണ്, അതിൽ തിരിച്ചടികൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആ തിരിച്ചടികളെ അതിജീവിക്കാനും നമുക്ക് കഴിയും. പക്ഷേ എങ്കിലും കാലവും ലോകവും നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ എത്രയോ ദ്രുതഗതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ലോകത്ത് മാറ്റമില്ലാത്തതായി ഒന്ന് മാത്രമേ ഉള്ളൂ, അത് മാറ്റമാണ് എന്ന് പറഞ്ഞത് മാർക്സാണ്. തീർച്ചയായും അതിൽ വലിയൊരു ശരിയുണ്ട്. മാറ്റത്തെ ഉൾക്കൊള്ളാനാവാതെ മാറ്റങ്ങളോട് പുറംതിരിഞ്ഞിരിക്കുന്ന ഒരു വിഭാഗം എത്ര തന്നെ അച്ചടക്കപൂർണമാണെങ്കിലും അവരുടെ ധാർമ്മിക എത്ര തന്നെ ഉത്കൃഷ്ടമാണെങ്കിലും ശരി, കാലത്തോടും ജനങ്ങളോടുമൊപ്പം ചലിക്കാൻ അതിന് ശേഷിയില്ലാതാവും. അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ ആ മാറ്റം ഉൾക്കൊള്ളുക തന്നെ വേണം. അതിൻ്റെ ഒരു ഭാഗമായി കൂടിയാണ് ഞാൻ ഈ സംവാദത്തെ കാണുന്നത്. മറ്റുള്ളവർ നമ്മളെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് സത്യസന്ധമായി പരിശോധിക്കാനുള്ള ഒരവസരമാണ് ഇവിടെ നൽകപ്പെട്ടത്. നമ്മൾ വിചാരിച്ച എല്ലാവരും എത്തിപ്പെട്ടില്ലെങ്കിലും വന്നവർ, വിശേഷിച്ച് CPM-ൻ്റെ ഒരു ദൈഷ്ണിക വ്യക്തിത്വം കൂടിയായ ശ്രീ M.M. നാരായണൻ, അദ്ദേഹത്തോട് എനിക്ക് വളരെ മതിപ്പ് തോന്നിയ ഒരു കാര്യം, ഇത്തരം വേദികളിൽ കേവലം രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നതിന് പകരം മർമ്മത്തെ സ്പർശിച്ചാണ് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിക്കുമ്പോൾ ഏതൊരു മർമ്മത്തിലാണോ തൊടേണ്ടത് അതിലാണ് അദ്ദേഹം തൊട്ടത്. അദ്ദേഹത്തിന് അനുവദിച്ച, എല്ലാവർക്കും അനുവദിച്ച സമയത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് അത് അദ്ദേഹം നിർവഹിച്ചു. തികഞ്ഞ പ്രതിപക്ഷ ബഹുമാനത്തോടെ, എന്നാൽ തൻ്റെ നിലപാടുകൾ ഉറച്ചതുകൊണ്ട് അദ്ദേഹം അത് നിർവഹിച്ചു. അതിൽ അടങ്ങിയ വിമർശനങ്ങളെ നമ്മൾ പഠിക്കാൻ ശ്രമിക്കണം. മുമ്പൊന്നും കേൾക്കാത്ത വിമർശനമാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല, നമ്മളത് പഠിച്ചിട്ടില്ല എന്നും അഭിപ്രായമില്ല. പക്ഷെ മാറിയ കാലഘട്ടത്തിൽ അതിന് പുതിയ മാനങ്ങളുണ്ട്, പുതിയ അർത്ഥധ്വനികളുണ്ട്. അതുകൂടി ഉൾക്കൊള്ളാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർക്ക് വിശേഷിച്ച് കഴിയേണ്ടതാണ്. അല്ലാത്തവരും ഈ നിലപാടുകളെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി അദ്ദേഹം പറഞ്ഞ കാര്യം, ഇവിടെ ഉദ്ഘാടന പ്രസംഗം നിർവഹിച്ച ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവ് അബ്ദുൽ കോയ തങ്ങൾ, അദ്ദേഹം ഇസ്ലാമിൻ്റെ സിദ്ധാന്തങ്ങളെയാണ് അവതരിപ്പിച്ചത്, മൗദൂദിസത്തെ അല്ല. അത് തന്നെ ഒരു വ്യതിയാനമായിട്ടാണ് അദ്ദേഹം കണ്ടത്. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല. നിരന്തരമായി കഴിഞ്ഞ 75 വർഷമായി നിരന്തരമായി ഈ രാജ്യത്ത് മുസ്ലിങ്ങളും അല്ലാത്തവരും മതവിശ്വാസികളും അല്ലാത്തവരും ഒക്കെയായ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണങ്ങളുടെ ഒരു ഇമ്പാക്റ്റാണ്. മൗദൂദിസം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അത് അപകടകാരിയാണ്, വളരെ അപകടകാരിയാണ് എന്ന് സമർത്ഥിക്കാനും സിദ്ധാന്തിക്കാനും ഒക്കെ എത്രയോ ആളുകൾ മെനക്കെട്ടിട്ടുണ്ട്. ഇപ്പോഴും അവരുടെ അധ്വാനം തുടരുക. യഥാർത്ഥത്തിൽ അവർക്ക് മനസ്സിലാവാതെ പോയത്, അല്ലെങ്കിൽ ചിലർക്ക് സംബന്ധിച്ചിടത്തോളം മനസ്സിലായിട്ടും മറച്ചു വയ്ക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, മൗദൂദിസം എന്ന് പറയുന്ന മാർക്സിസം പോലെയോ അതുപോലെയുള്ള ഇസം പോലെയോ ഒരു ഇസമല്ലല്ലോ. സയ്യിദ് അബുൽ അല മൗദൂദി 941 ജമാഅത്തെ ഇസ്ലാമിക്ക് രൂപം നൽകിയപ്പോൾ ആദ്യമായി തന്നെ പറഞ്ഞ കാര്യം, ഇതൊരു പുതിയ സംഘടനയല്ല, ഒരു പുതിയ മതത്തെ അവതരിപ്പിക്കുകയല്ല, നേരത്തെ തന്നെ പ്രവാചകന്മാർ ലോകത്തോട് പറഞ്ഞ പരമമായ സത്യം,
അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഈ ലോകത്ത് കൊണ്ടുവന്ന ഇസ്ലാമിന്റെ സമ്പൂർണ്ണ രൂപം, ആ രൂപം ജനമനസ്സുകളിൽ നിന്ന്, ലോകത്തിന്റെ ദിട്ടിയിൽ നിന്ന് ഏതാണ്ട് അപ്രത്യക്ഷമായി കഴിഞ്ഞിരിക്കുന്നു. നീണ്ട കാലത്തെ കോളനി വാഴ്ച മൂലവും അവർ സൃഷ്ടിച്ചെടുത്ത മുസ്ലിം ഉൽപ്പന്നങ്ങളുടെ ഫലമായിട്ടും, ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞാൽ ബുദ്ധിജീവികൾ, അവരുടെയൊക്കെ ചിന്തയുടെ ഫലമായിട്ടും മതം വേറെ രാഷ്ട്രം വേറെ എന്നുള്ള വളരെ അപകടമായ നിരാശകരമായ യൂറോപ്യൻ കൺസെപ്റ്റിലുള്ള സെക്യുലറിസം, അത് മുസ്ലിം ലോകത്തും മുസ്ലിങ്ങൾക്കിടയിലും സ്വാധീനം നേടിയതിനൊക്കെ ഫലമായിട്ട് ഇന്ന് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പാരമ്പര്യ മതം മാത്രമായി തീർന്നിരിക്കുന്നു. ഏതാനും ആചാരാനുഷ്ഠാനങ്ങളുടെയും വിശ്വാസ കാര്യങ്ങളുടെയും ഒരു സമാഹാരമായി മുസ്ലിങ്ങൾ പോലും ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. പകരം ആദ്യ മനുഷ്യനായ ആദം മുതൽ അവസാനത്തെ മനുഷ്യൻ വരെയുള്ള എല്ലാ മാനവിക സമൂഹത്തിൽ ജനിച്ച എല്ലാവർക്കും അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളിലും വെളിച്ചം നൽകുന്ന ഏക വ്യവസ്ഥയാണ്, ഏക ദർശനമാണ് ഇസ്ലാം എന്ന കാര്യമാണ് നമുക്ക് ഈ ലോകത്തോടും ഈ രാജ്യത്തോടും പറയാനുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനോട് 100% യോജിക്കാം, അത് വേറെ കാര്യമാണ്. പക്ഷെ ആ പറഞ്ഞത് അതാണ്. ആ പറഞ്ഞ പരിസ്ഥിതിയിൽ നിന്നുകൊണ്ട് മൗദൂദിസം എങ്ങനെയാണ് വേറെയാവുക? മൗദൂദി ചെയ്തത് എന്താ? ഇവിടെ നിലവിലുള്ള പണ്ടേ നിലവിലുള്ള 1400 വർഷങ്ങളായിട്ട് രാജ്യത്തും ലോകത്തുമൊക്കെ നിലവിലുള്ള എല്ലാ ഓരോ മനുഷ്യനും അറിയാവുന്ന വിശുദ്ധ ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളായ വിശുദ്ധ ഖുർആനിൻ്റെയും അതിൻ്റെ വ്യാഖ്യാനമായ പ്രവാചക ചര്യയുടെയും തന്നെ ആദർശമാണ്, ആശയമാണ് ഇവിടെ പറയുന്നത്. തദടിസ്ഥാനത്തിൽ ഒരു ലോകം കെട്ടിപ്പടുക്കുകയാണ് ലോകം നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്നാണ് പറഞ്ഞത്. ഞാൻ പറയല്ലോ, ആ പരിഹാര നിർദ്ദേശത്തെ 100% ചോദ്യം ചെയ്യാം. പക്ഷെ അതാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് അംഗീകരിക്കണം. അത് തെളിയിക്കാനും അത് സ്ഥാപിക്കാനുമാണ് ജമാഅത്തെ ഇസ്ലാമി ഇന്നുവരെ ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ ചെറുതും വലുതുമായ പുസ്തകങ്ങളും അതിൻ്റെ പ്രസിദ്ധീകരണങ്ങളും അതിൻ്റെ പ്രസംഗങ്ങളും പ്രവർത്തനവും ഒക്കെ ആ ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്നാണ്. ആ ഒരു കാര്യം മറന്നുകൊണ്ടോ അവഗണിച്ചുകൊണ്ടോ ആണ് ശ്രീ നാരായണൻ അദ്ദേഹത്തിൻ്റെ സംസാരം ആരംഭിച്ചതെന്നുള്ളതാണ് ഒരു പ്രശ്നം. യഥാർത്ഥത്തിൽ മൗദൂദി ഒരു സ്വന്തമായ ഒരു സിദ്ധാന്തവും കൊണ്ടുവന്നില്ല. എന്തിനധികം പറയണം? പല മദ്ഹബുകളുമുണ്ട് ഇസ്ലാമിൽ. മൗദൂദിക്കൊരു മദ്ഹബില്ല. പല ചിന്താധാരകളുമുണ്ട്. അദ്ദേഹം സ്വന്തമായ ഒരു ചിന്താധാരയും ഉണ്ടാക്കിയിട്ടില്ല. ചില വിഷയങ്ങളിലൊക്കെ അഭിപ്രായം പ്രകടിപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ പ്രസ്ഥാനത്തിൽ അതുപോലും ബാധകമല്ല എന്ന്. പിന്നെ അദ്ദേഹം ചെയ്തതെന്താണെന്നുള്ളത് അദ്ദേഹം മാത്രമല്ല, 1928 പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് ഈജിപ്തിൽ രൂപം കൊണ്ട ഇസ്ലാമിക പ്രസ്ഥാനമായിരുന്നു ഇഖ്വാനുൽ മുസ്ലിമൂൻ അഥവാ മുസ്ലിം ബ്രദർഹുഡ്. 1941 ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ജമാഅത്തെ ഇസ്ലാം. രണ്ടും തമ്മിലുള്ള സമാനതകൾ ഇതാണ്. അതായത് ഇസ്ലാമിനെ ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയായി, അതിൽ രാഷ്ട്രീയമുണ്ടാവും, സാംസ്കാരികമുണ്ടാവും, സാമൂഹികത ഉണ്ടാവും, സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമുണ്ടാവും, കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം ഉണ്ട്. ഇതിൻ്റെ എല്ലാം അടിസ്ഥാന നിർദ്ദേശങ്ങൾ അതിൽ ഉൾക്കൊള്ളും. ഇത് ഇല്ല എന്ന് പറയണമെങ്കിൽ അത് പിന്നെ ഖുർആനിൻ്റെയും സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നടക്കേണ്ടത്. അത് മുസ്ലിങ്ങളെന്നല്ല, ഇത് പുറത്തുള്ളവരും അതിനെ മനസ്സിലാക്കണമെങ്കിൽ അത് പിന്നെ ഖുർആനിൽ അങ്ങനെയൊന്നും ഉണ്ടോ ഇല്ലേ എന്നാണ് അവർ മറുപടി പറയുന്നത്. മുസ്ലിം നാമധാരികളായ സെക്യുലറിസ്റ്റുകൾ നിരന്തരമായി ഇതിനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുമ്പോഴും അവർക്ക് മറുപടി നൽകുന്ന എല്ലാ സന്ദർഭങ്ങളിലും ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താക്കൾ ചൂണ്ടിക്കാണിച്ചത് ഖുർആനിൽ നിന്നോ സുന്നത്തിൽ നിന്നോ മാറിയ അന്യമായ ഒന്ന് ഞങ്ങൾ അവതരിപ്പിച്ചിട്ടില്ല എന്നാണ്. ആ ചോദ്യത്തിനും ആ വിമർശനത്തിനും മറുപടി പറയാൻ അവർ ഇനിയും തുനിയിട്ടില്ല. അവർക്ക് അത് സാധ്യമല്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ ഈ ഒരു സിദ്ധാന്തം മൗദൂദിയൻ സിദ്ധാന്തമല്ല, ഇത് സിദ്ധാന്തമല്ല. നേർക്ക് നേരെ വിശുദ്ധ ഖുർആനിലൂടെയും തിരുസുന്നത്തിലെയും അവതരിപ്പിക്കപ്പെട്ട കാര്യങ്ങളെ, പക്ഷേ ഒരു കാര്യം എന്താണ് ജമാഅത്തെ ഇസ്ലാം ചോദിച്ചാൽ ആ കാര്യങ്ങളെ കാലോചിതമായി ലോകോചിതമായി അവതരിപ്പിച്ചത്. കാലത്തിൻ്റെ ഭാഷ, മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷ അത് അവതരിപ്പിച്ചു എന്നുള്ളതാണ്. ആ അവതരിപ്പിച്ച പശ്ചാത്തലം എന്തായിരുന്നു? വളരെ വ്യക്തമാണ്. 1939 മുതൽ 45 വരെ നീണ്ട ലോകയുദ്ധം. ഈ ലോകയുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ്
ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനം ജനിക്കുന്നത്. ആ ലോകയുദ്ധം എന്തുകൊണ്ടുണ്ടായി? ചരിത്രം അറിയുന്ന കുട്ടികൾക്കൊന്നും ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു കാര്യം സൂചിപ്പിക്കുക മാത്രമാണ്. വളരെ വ്യക്തമായി പ്രാഥമികമായി അറിയേണ്ട സത്യം, ആ യുദ്ധം ലോകത്തിന് സമ്മാനിച്ചത് ദേശീയതയാണ്. ദേശീയത മാത്രമാണ്, നിഷേധിക്കാൻ കഴിയില്ല. ആ ദേശീയതയുടെ പുറത്ത് കയറി അഡോൾഫ് ഹിറ്റ്ലർ ലോകത്തെ യുദ്ധത്തിലേക്ക് നയിച്ചുവെങ്കിൽ അതിൻ്റെ കാരണം തീവ്രദേശീയ തന്നെയാണ്. ഞങ്ങൾ ഓടുന്നത് ആര്യവംശരഹിതമാണ്. ജർമ്മൻകാർ ലോകത്തെ അടക്കി ഭരിക്കേണ്ടതാണ്. ജർമ്മനിയാണ് എൻ്റെ മാതൃരാജ്യം, അതിനെയാണ് ഞാൻ വന്ദിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി ജർമ്മൻ ജനതയെ ചൂട് പിടിപ്പിച്ച് ഹരം പിടിപ്പിച്ച് പിന്നെ അവരെ ഒരുതരം ഉന്മാദ ലഹരിയിൽ ആഴ്ത്തി അങ്ങനെയാണ് ജർമ്മനിയെ ലോകശക്തിയായി വളർത്തിയെടുത്തത്. അങ്ങനെയാണ് ലോകയുദ്ധം ഉണ്ടാവുന്നത്. അക്കാര്യത്തിൽ അദ്ദേഹത്തോട് സഹകരിച്ചത് ആരാണ്? ഇറ്റലിയിലെ മുസോളിനി. അയാളും അതേ കാര്യം ചെയ്തു. അതായത് ദേശീയത എന്ന് പറയുന്നത് ശുദ്ധ ഭ്രാന്താണ്, ഒരു സംശയവുമില്ലാതെ ഞാൻ പറയും. ആ ഭ്രാന്ത് എന്ന് പറയുന്നത് അതിൻ്റെ ഫലമാണ്, അതിനുള്ളതായ അതിൻ്റെ ശിക്ഷയാണ്. രണ്ടാം ലോകയുദ്ധത്തിലൂടെ ലോകം അനുഭവിച്ചത്. 1962 ഡൽഹിയിൽ മൗലാന ആസാദ് സ്മാരക പ്രഭാഷണ പരമ്പര ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വന്നാണ് ലോകത്തിലെ പ്രശസ്തനായ ടോൻബി, ലോക പ്രശസ്ത ദാർശനികനായ ടോൻബി ചെയ്ത പ്രസംഗം ഭാരതവും ഏകലോക ഗവൺമെന്റും എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചത്. ഇന്ത്യ ഗവൺമെന്റിന്റെ പബ്ലിക്കേഷൻ ഡിവിഷനിൽ പ്രസിദ്ധീകരിച്ചത്. അത് അദ്ദേഹം പറയാണ്, ലോകത്ത് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ ദേശീയതയുടെ ദ്രംഷ്ടങ്ങൾ പറിച്ചറിയുക തന്നെ വേണം. ഇത് മൗദൂദി പറഞ്ഞതല്ല. ദേശീയതയുടെ മറ്റൊന്നും അദ്ദേഹം പറഞ്ഞു, ദേശീയത എന്ന് തന്നെ പറഞ്ഞു. തീവ്ര ദേശീയത, ഭ്രാന്ത് ഒന്നും പറഞ്ഞില്ല. ദേശീയതയുടെ ദ്രംഷ്ടങ്ങൾ പറിച്ചറിയുക തന്നെ വേണം. ഇന്ത്യ ഗവൺമെന്റ് അത് പ്രസിദ്ധീകരിച്ചില്ലേ? ഇന്ന് വരെ ആരെങ്കിലും അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു? മറുപടി പറയാൻ കഴിയില്ല, വസ്തുതയെ നിഷേധിക്കാൻ കഴിയില്ല. ഇതാണ്. ഇനി രണ്ടാമതായിട്ട് മൗദൂദി വിമർശിച്ചു എന്ന് പറയുന്ന ജനാധിപത്യം എന്താണ്? ഇവർ രണ്ടുപേരും എങ്ങനെ വന്നാ? ഹിറ്റ്ലറൊന്നും ഉടലക്കി വന്നല്ല, ജനങ്ങൾ തെരഞ്ഞെടുത്ത. മുസോളിനി അധികാരത്തിൽ വന്ന എങ്ങനെയാണ്? ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ്. നമ്മളെ നരേന്ദ്രമോദി എങ്ങനെയാ വന്നത്? ജനങ്ങൾ വോട്ട് ചെയ്തിട്ട്. അപ്പോൾ ജനാധിപത്യത്തിലൂടെ തന്നെ വന്ന ആളുകൾ സമഗ്രാധിപത്യവും ഏകാധിപത്യവും നടപ്പാക്കിയെങ്കിൽ ആ ജനാധിപത്യത്തിന് മൗലികമായ ദൂഷ്യമുണ്ട് എന്ന് നമ്മൾ അംഗീകരിച്ചു മതിയാവും. അല്ലെങ്കിൽ ഈ ആളുകളൊക്കെ സമാധാനപ്രിയരായിരുന്നു, അങ്ങനെ തന്നെ പോയിക്കോട്ടെ എന്ന് നോക്കണം. അങ്ങനെ ആർക്കും കഴിയോ? അപ്പോൾ ലോകത്തിന് തിന്മകൾ മാത്രം സമ്മാനിച്ചു എന്ന് പറയുന്ന ഹിറ്റ്ലറും മുസോളിനിയും പോലെയുള്ള ആളുകളെ തിരഞ്ഞെടുക്കാനും ഈ ജനാധിപത്യം ഉതകുന്നുവെങ്കിൽ അതിന് മൗലികമായ കുഴപ്പമുണ്ട് എന്നർത്ഥം. ആ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, ജനങ്ങൾക്ക് ഇഷ്ടപ്രകാരം ആരെയും തിരഞ്ഞെടുക്കുക എന്നതിന് പകരം ചില തത്വങ്ങളുടെ, ചില മൂല്യങ്ങളുടെ, ചില അടിസ്ഥാന സിദ്ധാന്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ ജനാധിപത്യം നിയന്ത്രിക്കപ്പെടണമെന്നാണ്. അവിടെയാണ് പറയുന്നത്. അപ്പൊ ദൈവാധിപത്യം, ദൈവത്തിന്റെ പരമാധികാരം എന്ന് പറയുന്നത് ശ്രീനാരായണന് മനസ്സിലായി. പറഞ്ഞതിന് അർത്ഥം മൗദൂദി അന്ന് പറഞ്ഞതും ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ കാര്യമെന്ന് പറഞ്ഞാൽ, ജനാധിപത്യമായാലും അത് മനുഷ്യൻ കണ്ടെത്തിയ ഒരു രാഷ്ട്രീയ സിദ്ധാന്തമാണ്. അത് നിയന്ത്രിക്കപ്പെടേണ്ടതുണ്ട്. നിയന്ത്രിക്കപ്പെടാന്നുള്ളതിന് അർത്ഥം എന്താ? അതും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. ജനങ്ങൾ യഥേഷ്ടം അവരുടെ ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നതോ പാർലമെന്റിനെ തിരഞ്ഞെടുക്കുന്നതോ ആ പാർലമെന്റ് നിയമനിർമ്മാണം നടത്തുന്നതോ ഒന്നുമല്ല ഞാൻ എതിർക്കുന്നത്. അതെല്ലാം അതിന്റെ വഴി പോലെ തന്നെ നടക്കണം. അതിന് പകരം വേണ്ടത് ഏകാധിപത്യമാണെന്നോ കുടുംബവാഴ്ചയാണെന്നോ രാജാധിപത്യമാണെന്നോ ഒന്നും ഞാൻ പറയില്ല. ഒരിക്കലും അല്ല. നമ്മളൊക്കെ ജനാധിപത്യത്തിന്റെ അനുകൂലികളാണ്, ജനാധിപത്യവാദികളാണ്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ അതുപോലെയുള്ള പ്രക്രിയ, ജനാധിപത്യ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അത് നിയന്ത്രിക്കേണ്ടത് ചില certain moral values, ചില പ്രത്യേക ധാർമ്മിക മൂല്യങ്ങളായിരിക്കണം. ജനങ്ങളുടെ ക്ഷേമവും വിശ്വമാനവികതയും സാമൂഹ്യ നീതിയും മുമ്പിലില്ലാത്ത ഒരു ജനം തിരഞ്ഞെടുക്കുന്ന കാര്യം അപകടകരമാവും. ഈ തത്വങ്ങൾ എവിടെ നിന്ന് കിട്ടും? നേരത്തെ പറഞ്ഞ പോലെ ദൈവം വന്ന് ഭരിക്കല്ല, ദൈവത്തെ കൊണ്ടുവന്നിട്ട് പുരോഹിതന്മാർ ഭരിക്കല്ല. അതാ പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻ സെക്യുലറിസം അപകടകരമാണ് എന്ന് അദ്ദേഹം തന്നെ സംഭവിച്ചു. എന്തുകൊണ്ടത് അപകടകരമായി? യൂറോപ്യൻ സെക്യുലറിസം ഉണ്ടായ പശ്ചാത്തലമാണ് കാരണം. പൗരോഹിത്യവും രാജവാഴ്ചയും ചേർന്ന്
അവിശുദ്ധമായ കൂട്ടുകെട്ട് ജനങ്ങളുടെ ജീവിതം നരകതുല്യമാക്കിയപ്പോൾ അതിനെതിരായ ഒരു പ്രതിഷേധ സമരത്തിൽ നിന്ന്, പ്രക്ഷോഭത്തിൽ നിന്നാണ് അവസാനം സെക്രട്ടറി ഒപ്പുകൊള്ളും. മതം വേറെ, രാഷ്ട്രം വേറെ എന്ന് അതിന് അനുകൂലമായ വിധത്തിൽ ബൈബിളിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തു. ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക് എന്ന തത്വം കൊന്നു. സത്യത്തിൽ എന്താ വേണ്ടത്? മനുഷ്യ ജീവിതം എന്തെല്ലാമായാലും അതിനൊരിക്കലും വിഭജിക്കാൻ പാടില്ല. അതൊരു ഏകവുമാണ്. അതിൽ രാഷ്ട്രീയമുണ്ട്, സംസ്കാരമുണ്ട്, സമ്പത്തുണ്ട്, എല്ലാമുണ്ട്. അതിനെ നിയന്ത്രിക്കേണ്ടത് അപ്പോൾ ആ ഒരൊറ്റ കാര്യത്തിൽ, അതായത് പൂർണ്ണമായും ദൈവികമായ നിർദ്ദേശങ്ങളുടെ ഒരു നിയന്ത്രണം ഈ ജനാധിപത്യത്തിൽ ഇല്ലെങ്കിൽ അത് അപകടകാരിയാകും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഇന്നറിയുന്ന പോലെ നമ്മൾ വംശീയതയുടെ ആധിപത്യത്തിലാണ് ഇരിക്കുന്നത്. രാജ്യം ഏറ്റവും ഭയപ്പാടോടുകൂടി കാണുകയാണ്. ഇവിടെ വംശീയത തന്നെയാണ് ദേശീയതയുമായി തീരുന്നത്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെയും ജമാഅത്തെ ഇസ്ലാമി എതിർത്തിട്ടുണ്ടെങ്കിൽ അത് തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, മനുഷ്യ നിർമ്മയെ മുൻനിർത്തിക്കൊണ്ടാണ്. സാമൂഹ്യ നീതി, അതുപോലെ തന്നെ ജനങ്ങളുടെ യഥാർത്ഥമായ ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിലൂടെ വരുന്ന ഒരു ഭരണകൂടത്തിനല്ലാതെ രാജ്യത്തോടും ലോകത്തോടും നീതി ചെയ്യാൻ കഴിയില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ജമാഅത്തെ ഇസ്ലാമി അതിൻ്റെ കാര്യം, ഈ ഒരു സിദ്ധാന്തം മുമ്പോട്ട് വച്ചത്. പിന്നെ അവസാനമായ ഒരൊറ്റ കാര്യം കൂടി, അദ്ദേഹം വളരെയേറെ തെറ്റിദ്ധരിച്ചൊരു കാര്യം, പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമി അഥവാ സയ്യിദ് അബ്ദുല്ല മൗദൂദി പാകിസ്ഥാനെ ഒരു മാതൃകാ ഇസ്ലാമിക രാഷ്ട്രമായി കാണാൻ ആഗ്രഹിച്ചു എന്ന് പറയുന്ന ഭാഗമാണ് അദ്ദേഹം. തീർച്ചയായും പാകിസ്ഥാനിൽ നേടിയത് ഇസ്ലാമിൻ്റെ പേരിൽ. ആ രാജ്യം യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ മാതൃകയായി, സമാധാനമായി, ക്ഷേമരാഷ്ട്രമായി, സമൃദ്ധരാഷ്ട്രമായി നിലനിൽക്കേണ്ടത് ആ രാജ്യത്തിലെ ആളുകളെ മാത്രമല്ല മറ്റുള്ളവരെയും താല്പര്യമാണ്. അതിൽ നിന്ന് പൂർണ്ണമായും വ്യതിചരിച്ച് ഏകാധിപത്യത്തിലേക്കും സർവാധിപത്യത്തിലേക്കും ചിലപ്പോൾ പട്ടാള വാഴ്ചയിലേക്കും പോയ ഘട്ടത്തിലാണ് മൗദൂദി കാര്യം പറയേണ്ടി വന്നത്. അത് അദ്ദേഹം അഭിനന്ദനത്തോടുകൂടി കാണേണ്ടതായിരുന്നു എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് നന്ദി. വാഹൃദ